കല്യാണ വീട്ടിൽ നിന്നെല്ലാം കിട്ടുന്ന പോലത്തെ അടിപൊളി ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് ഫില്ലാവും. നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ പെരുന്നാളിന് വെൽക്കം ഡ്രിങ്ക് ആയിട്ടും ഒക്കെ ട്രൈ ആക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. ഞാനിപ്പോ ഒരു പാക്കറ്റ് പാല് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു പാക്കറ്റ് പാല് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലോർ ആണ് വേണ്ടത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പൊ ഇത് തിളപ്പിക്കുന്ന സമയത്ത് കൈവിടാതെ ഇതേപോലെ ഇളക്കി കൊടുക്കണേ. പിന്നെ കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പുഡിങ്ങിന്റെ എല്ലാം കൺസിസ്റ്റൻസിയിലായിപ്പോ നമുക്ക് കുറച്ചൊരു തിക്നെസ് മാത്രം മതി. ഈ ഒരു തിക്നെസ്സിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇതിന്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കട്ടകളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി നല്ലൊരു ഫ്ലേവറും കളറും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. 3-4 ഡ്രോപ്സ് ചേർക്കുമ്പോഴേക്കും തന്നെ നല്ല കളറൊക്കെ കിട്ടാൻ തുടങ്ങും. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതാ നല്ല മധുരമുള്ള കറുപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആപ്പിള്, ഒരു ആപ്പിള് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, പിന്നെ ഒരു 2-3 പൂവമ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കസ്കസ് കുതിർത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നട്ട്സും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനെടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ആക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ബാക്കിയുണ്ട് മിക്സിന്റെ ജാറിൽ. അപ്പൊ അതും കൂടി ഒഴിച്ചിട്ട് നമുക്കിതാ ഈ ഒരു ജഗ്ഗിലേക്ക് ആക്കി കൊടുക്കാം. ബാക്കിയുള്ള പാലിന്റെ മിക്സും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ പാലോ പഞ്ചസാരയോ എന്താ വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് ഐസ് ക്യൂബും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫലൂദെല്ലാം കഴിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് ഫില്ലാവും. ഇപ്പൊ നോമ്പിന് എണ്ണക്കടികളൊന്നും വേണ്ടെന്നുള്ളവരാണെങ്കിൽ ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ മതിയാവും. ഇതിൽ ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ പെരുന്നാളിന് ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ട്രൈ ആക്കി നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.